കഴിഞ്ഞ വർഷം വന്ന പ്രേമലു പോലുള്ളൊരു പയ്യ, അതിലൊരു പുതിയ പയ്യല്ലേ അഭിനയിച്ച്. നിങ്ങൾ പുതിയ പുതിയ ആളുകളെ കൊണ്ടുവന്നേ. അവൻ 3 പടം കഴിയുമ്പോൾ 5 കോടി ചോദിക്കുമ്പോൾ അവനെ കട്ട് ചെയ്യണം, പുതിയ ആളുകളെ കൊണ്ടുവരണമെന്ന്. അല്ലാതെ എൻ്റെ പ്രതിഫലം ഞാനല്ലേ തീരുമാനിക്കും. ഇപ്പോൾ മോഹൻലാൽ 30 കോടി ചോദിക്കുന്നെങ്കിൽ നിങ്ങൾ വയ്ക്കണ്ട, അല്ലെങ്കിൽ മമ്മൂക്ക 15 കോടിയും ഓവർസീസ് റൈറ്റും ചോദിക്കുന്നെങ്കിൽ വയ്ക്കണ്ട, പുതിയ ആളുകളെ കൊണ്ടുവരണം. അല്ലാതെ അയാളുടെ ശമ്പളം അയാളല്ലേ നിശ്ചയിക്കണം. കൊടുക്കണോ വേണ്ടതെന്നാണ് നിങ്ങൾ തീരുമാനിക്കാറുള്ളത്. സംവിധായകർ വരെ, പുതിയ സംവിധായകർ വരെ അങ്ങനെ ചോദിക്കുന്നു. ആണ് ഇപ്പോൾ 2 പടം ഓടിയാൽ ആ പ്രൊഡ്യൂസർ, ഇപ്പം നസീർ സാറ് ജീവിതത്തിൻ്റെ അവസാനമാണ് 1 ലക്ഷം രൂപ വാങ്ങിച്ചത്. 5ഓ 6ഓ പടത്തിനാണ് 1 ലക്ഷം വാങ്ങിച്ചത്. ഇവിടെ 2 പടം ഓടിയാൽ അപ്പോൾ ചോദിക്കുന്നത് 2 കോടിയാണ്. അപ്പോൾ അവരെ വെച്ച് ഇപ്പം തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ 4 കോടിക്ക് തീർക്കാവുന്ന പടം 20 കോടി ആക്കിയവനെ വെച്ച് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ നേതാവായ ഒരു പയ്യനുണ്ടല്ലോ, ഇപ്പോൾ എന്താ അവൻ്റെ പേര് മറന്നു, ഒരുപാട് പടങ്ങൾ വലിയ പടങ്ങൾ ചെയ്യുന്ന അയാളിപ്പോൾ ചെയ്യുന്ന പുതിയ പടം, കുഞ്ചാക്കോബോബൻ വെച്ച് ചെയ്യുന്ന പടം ഈ ഡയറക്ടറാണ് ചെയ്യണത്. 4 കോടി രൂപയ്ക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് 20 കോടി ആക്കിയ സംവിധാനം വെച്ച് വേറൊരു നിർമ്മാതാവ് ചെയ്യല്ലേ. അത് നിർമ്മാതാക്കളുടെ യൂണിയൻ്റെ പ്രസിഡന്റോ സെക്രട്ടറി ലിസ്റ്റൻ സ്റ്റീഫൻ, അയാളെയൊക്കെ ആദ്യം മര്യാദ പഠിപ്പിക്കുന്നത്. അല്ലാതെ നിങ്ങൾ ആർട്ടിസ്റ്റിൻ്റെ പുറകെ പോകണമെന്തിന്? അയാളെയും ഈ പറഞ്ഞ 4 കോടിക്ക് എടുത്ത് തീർത്ത് തരാമെന്ന് പറഞ്ഞിട്ട് 20 കോടി ആയെങ്കിൽ ആ സംവിധായകനൊന്നും പിന്നെ വയ്ക്കരുത്. സംഘടനയ്ക്കകത്ത് പോലും ഒരു യൂണിറ്റി ഇല്ല. അതല്ലേ ഞാനങ്ങനെ പറയുള്ളൂ. നിങ്ങൾ 4 കോടിക്ക് ചിലവാക്കി തീർത്ത് തരാമെന്ന് പറഞ്ഞ സംവിധായകൻ 20 കോടി ആക്കിയെങ്കിൽ അവനെ 10 വർഷം ബാൻ ചെയ്യണമെന്ന്. ഇവൻ 10 വർഷം മലയാള സിനിമ ചെയ്യേണ്ടെന്ന് വയ്ക്കണം. അതിന് വരാം അതിൻ്റെ സംഘടനാ നേതാവ് തന്നെ അവനെ വെച്ച് അടുത്ത പടം ചെയ്യാം. പിന്നെ അവർ ആരെ വരട്ടണേ? പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ വിനായകൻ എന്ന് പറഞ്ഞു കേട്ടു, സുരേഷ് കുമാർ ഭാര്യയുടെ മക്കളുടെ ചെന്ന് പറഞ്ഞാൽ മതി. വിനായകന്മാരെയൊന്നും വയ്ക്കരുതെന്ന്. നിങ്ങളെന്തിനാ ഈ തലവേദനകളൊക്കെ ചുമന്നുകൊണ്ട് നടക്കണതിന്? നിങ്ങൾ ഈ തലവേദനകളെ ചുമക്കുക, അവന് കോടികൾ കൊടുത്തിട്ട് പടം പൊളിയുമ്പോൾ ഇരുന്ന് ചീത്ത വിളിച്ചിട്ട് ഒരു കാര്യമില്ല. അവന് ഇഷ്ടമുള്ള പ്രതിഫലം ചോദിക്കും, നിങ്ങൾ കൊടുക്കരുത്, എനിക്ക് നീ വേണ്ട എന്ന് പറയണം. അതാണ് പ്രശ്നം. അത് ചെയ്യുന്നില്ല പ്രൊഡ്യൂസേഴ്സ്. അവിടെയാണ് പ്രൊഡ്യൂസർമാർക്ക് പറ്റുന്നൊരു അബദ്ധം. ഞാൻ എൻ്റെ ബഡ്ജറ്റ് 5 കോടി രൂപയ്ക്ക് അല്ലെങ്കിൽ 10 കോടി രൂപയ്ക്ക് അല്ലെങ്കിൽ 20 കോടി രൂപയ്ക്ക് ഒരു സിനിമ ചെയ്യാന്ന് പറഞ്ഞാൽ 21 കോടിയായി ആ 1 കോടി നീ വയ്ക്കൂടെ എന്ന് സംവിധായകനോട് പറയണ്ടേ. കാരവാനും മറ്റേ വലിക്കാനും ഒട്ടിക്കാനും ഒക്കെ ഉള്ള കൊണ്ടുവന്നിട്ട് ഉച്ചയ്ക്ക് ഷൂട്ടിങ്ങിന് ഒരുങ്ങി നിൻ്റെ അച്ഛൻ്റെ പടത്തിൽ ചെയ്താൽ മതി എന്ന് പറയണ്ടേ. അത് പറയുന്നില്ല പ്രൊഡ്യൂസേഴ്സ്. അതിനുള്ള ചങ്കൂറ്റമില്ല. കാരണം അത് പറയുന്നവനെ ഒറ്റപ്പെടുത്തിയിട്ട് അവൻ്റെ കൂടെ നിൽക്കുന്ന പ്രൊഡ്യൂസറാണ് അവനെ വെച്ച് അടുത്ത പടം ചെയ്യണം. ഇപ്പോൾ ഈ 4 കോടി 20 ആക്കിയവനെ ലിസ്റ്റൻ സ്റ്റീഫൻ എങ്ങനെ സിനിമ ജയിക്കണേ? അപ്പോൾ ലിസ്റ്റൻ സ്റ്റീഫന്മാരെ ആദ്യം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മര്യാദ പഠിപ്പിക്കണം. അല്ലാതെ അവനെ പ്രസിഡൻ്റാക്കി വെച്ചുകൊണ്ട് അവൻ ഈ കളി കളിക്കുമ്പോൾ അവനെ ഒഴിവാക്കണം. അതാണ് ചെയ്യാനുള്ളത്. അതിന് പകരം ഞാൻ താരങ്ങളുടെ പറയില്ല. കാരണം താരങ്ങൾ, ഞാൻ എൻ്റെ ശമ്പളം ഞാനല്ലേ തീരുമാനിക്കണം. ഞാൻ ഏത് ഹോട്ടലിൽ താമസിക്കണം, ഏത് ഭക്ഷണം കഴിക്കണം, ഏത് ഡ്രസ്സ് ഇടണം, ഏത് പ്രതിഫലം വാങ്ങണമെന്ന് ഞാൻ തീരുമാനിക്കും. നിങ്ങൾ വയ്ക്കേണ്ടെന്നേ. അതുകൊണ്ട് അമ്മയെ മര്യാദ പഠിപ്പിച്ചിരുന്ന കാര്യമില്ല. അമ്മയിലുള്ളവന്മാരെ ഞാൻ കേൾക്കട്ടെ, 10 ദിവസം പടം ഇല്ലാതെ വീട്ടിൽ ഇരുന്ന ഇവനെല്ലാം വരച്ച വരി വരും. കപ്പൽ തട്ടറോ ദോശ കയറി ഇവിടുത്തെ 1 കോടി വാങ്ങിക്കുന്ന നടന് തിന്നാൻ പറ്റൂ? ഇല്ല. ബസ്സിൽ കയറി യാത്ര ചെയ്യാൻ പറ്റൂ? ഇല്ല. ഒരു നിർമ്മാതാവിൻ്റെ സംവിധാനമാണ് ഈ ബസ്സിലേക്ക് കയറി പോകാമെന്നേ. ഇവനെ ഒരു 2 മാസം വീട്ടിൽ ഇരുത്തിയാൽ മതി. ഇവൻ വരച്ച വരയിൽ നല്ല തങ്ക കമ്പിയായിട്ട് പുറത്തു വരും. അത് ചെയ്യുന്നില്ല പ്രൊഡ്യൂസേഴ്സ്. കാരണം ഞാൻ അവനെ വയ്ക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇദ്ദേഹം പോയി രഹസ്യമായിട്ട് വിളിച്ചുകൊണ്ട് വേണം, വാ നീ പറയുന്ന പൈസ ഞാൻ തരാൻ വാന്ന്. അപ്പോൾ അതുകൊണ്ട് പ്രൊഡ്യൂസേഴ്സിന് ആദ്യം മര്യാദ പഠിപ്പിക്കട്ടെ അവർ സംഘടന. അതാണ് ചെയ്യാം. അതിനിടെ അമ്മ സംഘടന നാഥനില്ല കളരി എന്ന് പറഞ്ഞ് അതൊക്കെ അങ്ങനെയൊന്നും പറയാൻ പാടില്ലെന്നേ. ഇതിപ്പോൾ എന്താ പറയുക, ഫെഫ്കയുടെ ഉണ്ണികൃഷ്ണന് പകരം AK സാജനെ വയ്ക്കണമെന്ന് സാന്ദ്ര തോമസ് പറഞ്ഞല്ലേ. കേരളത്തിൽ അടുത്ത ഇലക്ഷനെ പീതാംബരക്കുറിപ്പ് നയിക്കട്ടെ എന്ന് MM മണിയാശാൻ പറഞ്ഞാൽ ആരെങ്കിലും വകവയ്ക്കും? MM മണിയാശാൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലല്ലേ പറയാം. അതുപോലെ സാന്ദ്ര തോമസ് പ്രൊഡ്യൂസറാണെങ്കിൽ അവർ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ കാര്യമല്ലേ പറയാൻ. അതിന് പകരം ഉണ്ണികൃഷ്ണൻ രാജിവെക്കൂ, പകരം AK സാജനെ ജനറൽ സെക്രട്ടറി ആക്കും എന്ന് പറയുന്നതിൽ വിവരക്കേടാണത്. കാരണം നാഥനില്ല കളരിയാണെന്ന് ഇവരെന്തിനാ പറയണേ? അമ്മയിൽ നാഥനില്ലെങ്കിൽ നിങ്ങൾക്കെന്തന്നേ? അവിടെ നായരോ നാഥനോ ആരും ഇല്ലെങ്കിലും ഒരു പ്രശ്നമില്ലെന്നേ. നിങ്ങളെ കാര്യം നോക്ക്. നിങ്ങളെ കാര്യം ചെയ്യുന്നില്ല, അതാണ് പ്രശ്നം. പ്രൊഡ്യൂസേഴ്സ് ഈ സുരേഷിനെയൊക്കെ പാവം, സുരേഷ് കുമാറിനെയൊക്കെ വിനായകനെ പോലുള്ളവനെ കൊണ്ട് തള്ളക്കി കുളിപ്പിക്കുന്നു, അതാണ് പ്രശ്നം. അയാളൊക്കെ സത്യസന്ധമായി ചങ്കുറ്റമൊക്കെ ഉള്ള ആളാണ്. അതുകൊണ്ടല്ലേ അയാൾ സിനിമ ചെയ്യാത്ത. ഇപ്പോൾ ഇതുപോലെ സിനിമ ചെയ്തിരുന്ന എത്ര നിർമ്മാതാക്കൾ ഇപ്പോൾ മാറിയിരിക്കുന്നു. കാരണം ഇവൻ്റെയൊക്കെ തലവേദന സഹിക്കാൻ വയ്യെന്നേ. 11 മണിയാകുമ്പോൾ കാരവാനിൽ വന്ന് ഉറക്കം കഴിഞ്ഞോലെ വന്നിറങ്ങും, ശിവരാത്രിക്ക് വീട്ട് വന്ന പോലെ. എന്നിട്ട് കാരവാനിൽ കയറി ഇരുന്ന് വലിച്ചും കുടിച്ചും നാക്കിൻ്റെ അടിയിൽ ഒട്ടിച്ചും ഉച്ചവരെ കൊണ്ടുപോകും. എന്നിട്ട് ഹാഫ് ട്രൗസർ ഇട്ട കുറേ സംവിധായകരും ക്യാമറാമാനും ഇറങ്ങിയിട്ടുണ്ട്. യുവന്മാരെല്ലാം കൂടെ അളിയാളിയാന്ന് വിളിച്ച് കാരവാനകത്തിരുന്ന് വാചകം അടിച്ച് ഒരു സീൻ ഒരു ദിവസം എടുക്കില്ലല്ലോ. 30 ദിവസം കൊണ്ട് എടുത്ത പടമാണ് വടക്കം വീരഗാഥ. ഇപ്പോൾ 300 ദിവസം എടുത്താൽ ഇവ എടുക്കില്ല. ഇപ്പോൾ ഉള്ളവന്മാർ ഈ സംവിധായകൻ എന്ന് പറഞ്ഞാൽ നടക്കണ ഏവനെങ്കിലും ഇതുപോലത്തെ ഒരു പടം എടുത്ത് കാണിക്കട്ടെ. 30 ദിവസം വേണ്ട, 100 ദിവസം കൊണ്ട് എടുത്ത് കാണിക്കട്ടെ. അവിടെയാണ് പ്രശ്നം. അതുകൊണ്ട് ഇങ്ങനെ പോവുള്ളത്. പിന്നെ ഈ കാശും കൊണ്ട് കുറേ പൊട്ടന്മാർ ഇറങ്ങണമെന്നേ, ഈ അമേരിക്കയിൽ നിന്നും ഗൾഫിൽ നിന്നും ഒക്കെ. ഇത് തിരിച്ചു കിട്ടുമെന്ന് വേറെ ചില സുഖങ്ങൾ കിട്ടും, അതിനുവേണ്ടി വന്നിറങ്ങി
ഇവൻ്റെ കുത്തുവാളെ എടുപ്പിച്ച് വിടുമ്പോൾ ഇവൻ മിണ്ടാതെ അങ്ങ് പോകും. വീട്ടിൽ പോയി അവിടെ പോയി കക്കൂസ് വിടാൻ നിൽക്കും. അതാണ് പ്രശ്നം. ഓക്കെ, ആദ്യം നിലനിർത്തേണ്ടത് ഈ പ്രൊഡ്യൂസേഴ്സിന്റെ തന്നെ. പ്രൊഡ്യൂസർ അവരവരുടെ കാര്യം നോക്കുക. അതാണ് പ്രശ്നം. അത് ചെയ്യുന്നില്ല. അതാണ് പ്രശ്നം. പ്രൊഡ്യൂസറുടെ കാര്യം ക്ലിയർ ചെയ്യുന്നേ. നിങ്ങളുടെ സംഘടനയിലുള്ള ആൾക്കാരില്ല, നിങ്ങളുടെ സെക്രട്ടറിയോ പ്രസിഡന്റോ ആയ ലിസ്റ്റൻ സ്റ്റീഫനെ നിലയ്ക്ക് നിർത്താൻ കഴിയുന്നില്ലെങ്കിൽ 4 കോടി കൊണ്ട് തീർത്തു കൊടുക്കാമെന്നുള്ള പടം 20 കോടി ആക്കിയെങ്കിൽ ആ സംവിധായകനെ 10 വർഷത്തേക്ക് ബാൻ ചെയ്യണ്ടേ? അതിന് പകരം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ നേതാവ് തന്നെ വിളിച്ചോണ്ടി അടുത്ത പടം ചെയ്യാം. പിന്നെ ഇത് ആരെ കൺട്രോൾ ചെയ്യണം? എവർക്ക് എന്നിട്ട് അമ്മയെ കുറ്റം പറയാൻ എന്തെങ്കിലും യോഗ്യതയുണ്ടോ? അതാണ് പ്രശ്നം. ഓക്കെ.